വരുന്ന ഹദീസുകളിൽ പറയാം. വകയ്യതു നാരിൻ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു വലാ യതതയ്യറൂൻ, തതയ്യുർ ചെയ്യാതിരിക്കുക, അവലക്ഷണം ചെയ്യാതിരിക്കുക. നഹ്സുകളെ സംബന്ധിച്ച് അങ്ങനെ ഇമാം സുയൂത്തി തങ്ങളുടെ കിതാബ് തന്നെ ഉണ്ട്. നഹ്സുകൾ ഉണ്ടെന്ന് പറഞ്ഞ ആലിമീങ്ങളുണ്ട്, ഇല്ലെന്ന് പറഞ്ഞവരുണ്ട്. തവക്കുലാക്കിയാൽ നഹ്സ് എന്ന് പറയുന്നത് ഫി അയ്യാമിൻ നഹിസാത്തിൻ, അള്ളാഹുവിന്റെ അദാബുകൾ മുൻ സമൂഹങ്ങളിലേക്ക് ഇറങ്ങിയ ചില നാളുകളെ ചരിത്രപരമായി പണ്ഡിതന്മാർ കണ്ടെത്തിയത് ആയതുകൊണ്ട് ഇന്ന ദിവസങ്ങളിൽ നഹസ് എന്ന് പറയാറുണ്ട്. പക്ഷേ ഇമാം സുയൂത്തി തങ്ങളൊക്കെ അതിൽ വല്ലാണ്ട് വളരെയധികം ചർച്ച ചെയ്തിട്ട് അതിന്റെ പ്രബലമായ പക്ഷപ്രകാരം അങ്ങനെ ഒരു നഹ്സിനെ പേടിച്ച് അള്ളാഹു പരിശുദ്ധമാക്കിയ ദിവസങ്ങളെ നമ്മൾ സംശയിക്കേണ്ടതില്ല എന്ന പക്ഷത്തേക്ക് മഹാനവറുകൾ ചർച്ച കൊണ്ടുവരുന്നത് കാണാൻ കഴിയും. അള്ളാഹു ചാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. സുബഹി നിസ്കരിച്ച് ഇറങ്ങിയാൽ അത് ബർക്കത്തുള്ള ദിവസം. ഇനി ആർക്കെങ്കിലും വസ്വാസ് തോന്നുന്നുണ്ടോ, ആ നഹ്സുമ തന്നെ പോയിക്കോളൂ, അങ്ങനെ ആലിമീങ്ങൾ പറയാം. ചില ആളുകൾക്ക് അങ്ങനെയാണ്, അത് നഹ്സാന്ന് പറഞ്ഞു കേൾക്കാനായി. ചിലർക്കുണ്ടല്ലോ ഒരു കാര്യത്തിൽ എന്താ മസാല, അത് ഹറാമെന്ന് കേട്ടാലേ അവർക്ക് സമാധാനമാവുള്ളൂ. അല്ലാതെ എന്ത് മസാല പറഞ്ഞാലും അത് ചിലപ്പം വെറുതെ പറയായിരിക്കും. അവർക്ക് മനസ്സമാധാനമാവണമെങ്കിൽ അത് പറ്റൂല, അത് ഹറാമെന്ന് തന്നെ കേൾക്കേണ്ടി വരും. അപ്പൊ പിന്നെ അത് കിട്ടുന്നിടത്തോളം അവർ പോകും. നഹ്സിനെ സംബന്ധിച്ച് പറയല്ലത്, ആർക്കെങ്കിലും അതിൽ സംശയമോ വസ്വാസോ തോന്നുന്നുണ്ടോ ആ ദിവസങ്ങളങ്ങ് ഒഴിവാക്കുക. കാരണം എനിക്ക് അന്ന് ഞാൻ അതിന്റെ കച്ചവടം തുടങ്ങിയത് കൊണ്ടാണോ പടച്ചോനെ, അന്ന് എന്റെ വീടിന്റെ പാലുകാച്ചൽ എന്റെ കുടിയിരിക്കൽ ചെയ്തത് കൊണ്ടാണോ എനിക്കങ്ങനെ സംഭവിച്ചത് എന്നൊന്നും തോന്നാൻ വസ്വാസുണ്ടോ, എന്നാ പിന്നെ ആ നഹ്സുകളായ ദിവസങ്ങളെ അങ്ങ് മാറ്റിവെച്ചേക്കിൻ. പക്ഷേ ആഖിറു അർബിഅ മിൻ കുല്ലി ശഹ്റിൻ യൗമു നഹ്സിൻ മുസ്തമിർ, എല്ലാ അറബ് മാസത്തിലെയും അവസാനത്തെ ബുധനാഴ്ച നഹ്സാണ് എന്ന് പറയുന്ന ഹദീസിനെ സംബന്ധിച്ച് ഹദീസ് പണ്ഡിതന്മാർ മൗളൂഉൻ, ദഈഫും കൂടിയല്ല, പച്ച നുണയുണ്ടാക്കിയ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഹദീസാണെന്നാണ് അതിനെ സംബന്ധിച്ച് മുഹദ്ദിസീങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു അലം, അല്ലാഹു അലം. അങ്ങനെ ഒരു മാസത്തിൽ അവസാനത്തെ ബുധനാഴ്ചയെ മോശമാക്കിയിട്ടും ആ ബുധനാഴ്ച ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടും നമ്മൾ നഹ്സ് തതയ്യുർ എന്ന് അതിന് പറയാം. മുഅ്മിനീങ്ങൾ അല്ലാഹുവിലേക്ക് തവക്കുലാക്കുന്നു. അല്ലാഹുവേ, നീ ഉണ്ടാക്കുന്ന പ്രഭാതവും നീ ഉണ്ടാക്കുന്ന രാവും പകലും അല്ലാഹു ഖൽഖും മിൻ ഖൽഖിക യാ അല്ലാഹ്, ഹാദാ ഖൽഖുൻ ജദീദ്, അങ്ങനെ ആ ദിവസങ്ങളെ കുറിച്ച് പറയാം. ഇത് റബ്ബേ നീ ഉണ്ടാക്കുന്ന പുതിയ ഒരു സൃഷ്ടിയാണ്. അല്ലാഹു ഓരോ ദിവസവും പുതിയ സൃഷ്ടിപ്പല്ലേ. ഓരോ ദിവസത്തിലും എത്ര ഡാറ്റകൾ, എത്രയധികം സംഭവങ്ങൾ, എത്രയധികം ഇവന്റ്സുകൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹു ചെയ്തുകൊണ്ടിരിക്കുന്ന റബ്ബിന്റെ ഖൽഖാൻ. ആ ഖൽഖ് എങ്ങനെ മശ്ഊമാവുക? മുഅ്മിനീങ്ങളായ ആളുകൾ മൻ സല്ലൽ ഫജ്റ ഫീ ജമാഅ, ജമാഅത്തായിട്ട് ആരെങ്കിലും സുബ്ഹി നിസ്കരിച്ചാൽ ഫഹുവ ഫീ ദിമ്മത്തില്ലാ, ആ മനുഷ്യൻ അല്ലാഹുവിന്റെ സുരക്ഷയിലാണ്. ആ മനുഷ്യനെ നിങ്ങൾ ബുദ്ധിമുട്ടാക്കാൻ പോകണ്ട. അള്ളാഹു ഏറ്റെടുത്ത മനുഷ്യനാണവർ. ആളുകൾക്ക് എന്ത് ദുൽമ വരാനാണ്? അതുകൊണ്ട് വസ്വാസുള്ളവരെന്ത് ചെയ്യുക? ഇങ്ങനെ സൂക്ഷിച്ചോളൂ. അല്ലാത്തവർ